ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ ഭീതിയോടെ മുറിക്കുള്ളിൽ ഒന്നുചേർന്നിരിക്കുന്നു. വാതിലുകൾ അടച്ചിരിക്കുന്നു. തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈശോ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് നമ്മുടെ ഗുരുവാണ്. നമ്മൾ ഗുരുവിനെ വീണ്ടും കണ്ടിരിക്കുന്നു. ദിദിമോസ്, നമ്മുടെ ഗുരുനാഥൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ ഈ സമയം വരെ ഗുരു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എന്ത്? യേശു ഇവിടെ വന്നെന്നോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. മാംസവും രക്തവുമുള്ള നമ്മുടെ ഗുരുവിനെ ഞങ്ങൾ കണ്ടു. നമ്മുടെ ഗുരുനാഥൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് സത്യമാണ്. വിശ്വസിക്കൂ സഹോദര. ദീദിമോസേ, നമ്മുടെ ഗുരുനാഥൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. തോമസ്, ഇവിടെ വരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഗുരുവേ, എന്റെ ഗുരുനാഥ, എല്ലാം എൻ്റെ നാക്കിൻ്റെ പിഴവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങെൻ്റെ ജീവനാണ്. ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ്. അങ്ങയുടെ സുവിശേഷകനാകുവാൻ ഞാനിതാ പോകുന്നു. ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാസ് ലീഹ. ഓ വരവായി തോമാസ് ലീഹ. അലചിതറും മറവിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാസ് ലീഹ. ഓ വരവായി തോമാസ് ലീഹ. തോമാസ് ലീഹായേ, വിശുദ്ധ തോമാസ് ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാൻ ആഗതനാം സ്ലീഹായേ, പ്രേഷിതനാം സ്ലീഹായേ. തോമാസ് ലീഹായേ, വിശുദ്ധ തോമാസ് ലീഹായേ,